ക്രിയായോഗിയിൽ ക്രിയകൾ എത്ര തരമുണ്ട്? ക്രിയയിൽ വന്നിട്ട് ഇഷ്ടംപോലെ ബാബാജി പറഞ്ഞു 144 ക്രിയാ ടെക്നിക്സ് ഉണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഇതിനെ ലഹരി മഹാശയൻ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്രിയ അതിലൊരു 5 എണ്ണം ഉണ്ട്. പിന്നെ സെക്കൻഡ് ക്രിയയിൽ കുറേ ഭാഗം, തേർഡ് ക്രിയയിൽ ഒരു ഭാഗം, ഫോർത്ത് ക്രിയയിൽ ഒരു ഭാഗം. ഈ ഫോർത്ത് ക്രിയ എന്ന് പറയുന്നത് സാധാ തല കറക്കുന്ന ഫോർത്ത് ക്രിയയല്ല. ഈ ഓരോ ക്രിയയുടെ ഓരോ പാർട്ടാണ്. അത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 5 എണ്ണം. അതിൽ ആദ്യം താലബ്യ ക്രിയ വരും, പിന്നെ പ്രാണായാമം വരും, അടുത്ത നാഭിക്രിയ വരും, മഹാമുദ്ര വരും, ജ്യോതിർമുദ്ര വരും, പിന്നെ ജ്യോതിർമുദ്ര കഴിഞ്ഞാൽ മെഡിറ്റേഷൻ. അങ്ങനെ അത് 5 എണ്ണം കൂടെ ചേർന്നാണ് കൊടുക്കുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയം സെക്കൻഡ് ക്രിയ. സെക്കൻഡ് ക്രിയയിൽ തന്നെ നമ്മുടെ ചക്രാസ് വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ചക്രാസ് എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരത്തിലുള്ള സംഭവമേ അല്ല. ഇനി നിങ്ങളുടെ അതിൽ കിടന്ന് നമുക്ക് ഇതിനാ പ്ലഗ് സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത്. പ്ലഗ് സെൻറ്റേഴ്സ് ആക്ടിവേറ്റിംഗ് ഉണ്ട്, ആർസൽ സെൻറ്റേഴ്സ് ആക്ടിവേറ്റിംഗ് ഉണ്ട്. ഈ കുണ്ടലിനി എന്ന് പറഞ്ഞ സാധനം എല്ലാം ആർസൽ തലത്തിലുള്ള സംഭവമാണ്. അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ എക്സ്പാൻഷനും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. പിന്നെ അതിന് മുമ്പായിട്ടുള്ള നമ്മുടെ ബോഡിയിലുള്ള ചില ഭാഗങ്ങളുള്ള സ്പന്ദനങ്ങൾ ഉണ്ടാക്കാൻ, അതിൻ്റെ എനർജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതിനെയാണ് നമ്മുടെ ഈ പ്ലഗ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വന്ന് 6 ചക്രാസ് ഉണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതിന് അമന്ത്ര സമന്ത്ര എന്ന് പറഞ്ഞിട്ട് ഇതിൽ വരും. സെക്കൻഡ് ക്രിയയിൽ അമന്ത്ര സമന്ത്ര ഓങ്കാരക്രിയ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തേർഡ് സ്റ്റെപ്പിലേക്ക് പോകും. തേർഡ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിന് സമാധിക്രിയകളാണത്. നിർവികൽപ്പ സമാധി അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇത് വരും. ഫോർത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൽപ്പക്രിയകളെന്ന് വരും. ശരീരം കൽപ്പമാക്കാനും ബോഡിയെ ലൈറ്റാക്കുന്ന പരിപാടിയാണ്. ബാബാജി ഇപ്പം ലൈറ്റായിരിക്കുന്നത് എങ്ങനെ? അത് ബാബാജി മാത്രമല്ല, നമ്മുടെ തമിഴ് സിദ്ധന്മാരെടുത്തു കഴിഞ്ഞാൽ എല്ലാ സിദ്ധന്മാരും 1836 40 നമ്മുടെ ജ്യോതി രാമലിംഗ സ്വാമികൾ വരുന്നത്. അദ്ദേഹം ബോഡിയെ ജ്യോതിയാക്കി അങ്ങനെ വാനിഷായി, പിന്നെ ആരുമേ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ തത്വരായ സ്വാമി അദ്ദേഹം ഉണ്ട്, ആ ടൈമിലുള്ള ആളാണ്. അദ്ദേഹം ജ്യോതിയായി പോയി. കർണാടകയിലാണ് അബ്ബാസ് സ്വാമി എന്ന് പറയും, അദ്ദേഹം അതുപോലെ ജ്യോതിയായി പോയി. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും പോകാൻ സാധിക്കും. അതിന് നമ്മുടെ ബോഡിയിൽ പിന്നെ ഈ ജ്യോതിയാക്കുന്ന ചില ടെക്നിക്സ് എല്ലാം അത് അപ്രത്യക്ഷമാക്കുന്ന ടെക്നിക്സ് അത് അങ്ങനെ വരും. അത് ഫോർത്ത് ഇതിൽ വരുന്നത്. പിന്നെ ഫിഫ്ത്തിൽ വരുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ ഹയർ സ്റ്റഡീസിൽ വരും. നമ്മുടെ ആകാശഗമനവും അതുപോലുള്ള പരിപാടിയൊക്കെയാണ്. സിദ്ധികൾ നിറയെ വേണം താല്പര്യങ്ങൾ 5ൽ പോകും. ഇങ്ങനെ ഇതൊക്കെ ആണെങ്കിലും രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ കേജിരി ക്ലിയർ അഭ്യസിക്കണം. കേജിരി അഭ്യസിക്കാതെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് ഇതിപ്പോൾ എല്ലാ ശിഷ്യന്മാർക്കും പകർന്നു കൊടുക്കുമോ അത് അവരുടെ ഒരു സാധനം വെച്ച് നോക്കിയിട്ട് ഗുരുവിന് തോന്നുന്നു? സാധനയുടെ നിങ്ങളുടെ അനുഭവം കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. കൊടുക്കുള്ളൂ. അതെ, നിങ്ങളുടെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഞങ്ങൾ നിങ്ങളുടെ പ്രോത്സാഹനം തന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ വരുന്ന എല്ലാവർക്കും കൊടുക്കില്ല. അതല്ല ഈ ക്രിയായോഗിയും മാംസഭക്ഷണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മാംസഭക്ഷണം അതെ, നമുക്കത് കഴിക്കാൻ പാടില്ല. അതിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം യേശുദേവന് ക്രിയായോഗ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം അവിടെ മാംസ ബുക്കാണല്ലോ. അതെ, നല്ലോണം ഓയിനും കഴിക്കും. അപ്പം അങ്ങനെ വന്നിട്ട് ക്രിയായോഗ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നല്ലൊരു ക്രിയായോഗിയാണല്ലോ. യോഗയിൽ എന്തുകൊണ്ടാണ് മാംസം കഴിക്കാൻ പാടില്ല? അത് എപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധമതം വന്നതിന് ശേഷമാണ് ഈ മാംസം എല്ലാം കഴിക്കേണ്ടെന്ന് പറഞ്ഞു വരുന്നത്. അതിനു മുമ്പ് ഉള്ള പിന്നെ സന്യാസി വര്യന്മാരെല്ലാം മാംസമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിലൊന്നും മാറ്റമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനനുസരിച്ച് ലൈഫിൽ ചില മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ തണുപ്പ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കൊഴുപ്പിൻ്റെ അംശം കൂടുതൽ വേണം. ശരി, അല്ലെങ്കിൽ തണുപ്പ് പിടിച്ചിരിക്കാൻ പോകില്ല. അപ്പോൾ ഈ കൊഴുപ്പ് എവിടെ നിന്ന് കിട്ടുമ്പോൾ അത് അണ്ടിപ്പരിപ്പിൽ നിന്നും കിട്ടുമൊന്നുമില്ല. അതിന് തക്കതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാംസം കഴിച്ചേ പറ്റൂ. അതെ, അതിൻ്റെ റിയാലിറ്റി അങ്ങനെയാണ്. ചില ഇടങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം നമ്മുടെ ഇവിടെ അറേബ്യ കൺട്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ കായ്കറികൾ കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ അവിടെ വന്നാണ് ചെമ്മരിയാടിൻ്റേതും അതുപോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ കഴിച്ചതിന് പറ്റും. അവരെ യോഗിയല്ല എന്ന് പറയാനൊക്കെ ഇല്ല. ഇല്ല, ജലാലുദ്ദീൻ റൂമി എല്ലാം വന്നിട്ട് ഹയസ്റ്റ് യോഗികളാണ്. സൂഫികൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ വന്ന് യോഗിയല്ല എന്ന് പറയാനൊക്കുമോ? അവരെ ഹൈ ലെവൽ അറ്റൈൻ ചെയ്ത് ജ്യോതിയായി പോയ ആൾക്കാരുണ്ട്.
റൂമിയുടെ ഗുരുവൊക്കെ ജ്യോതിയായി പോയ ആളാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ഗുഹയ്ക്കകത്ത് കയറി പോയി പിന്നെ അങ്ങനെ കണ്ടേയില്ല. പിന്നെ അദ്ദേഹം പോയി ശിഷ്യൻ പോയി കിടന്ന് കരയായിരുന്നു ചെയ്തത്. അതാണ് ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ വരുന്നത് തന്നെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഡിവൈനായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഹിംസയും അഹിംസയും കുറിച്ചൊന്നും കാര്യമില്ല. ഇതിലെന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴും എന്ത് ആവശ്യമുണ്ടോ അത് കഴിക്കുക, നല്ലവണ്ണം സാധനം ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇത് എല്ലാവരും പറയുന്നത് പന്നി ഇറച്ചി കഴിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്താ കാരണം? അത് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈവിൾ ടെൻഡൻസി കുറച്ച് കൂടുതലാണെന്നുള്ളത്. പന്നിയിറച്ചിക്ക് അതെ, അതുപോലെ പല അസുഖങ്ങളൊക്കെ അത് ഉണ്ടാക്കും ബാക്ടീരിയാസ് എന്നൊക്കെ ഉള്ളതിലാണ് അത് പറയുന്നത്. മറ്റൊന്നുമില്ല. ഇപ്പം ഗോമാംസം ഭക്ഷിച്ച കാലം ഉണ്ടാകുന്നത് വേദകാലം അത്രയും ഗോമാംസം ഭക്ഷണമായില്ലേ. ബ്രാഹ്മണന്മാരെല്ലാം നല്ലവണ്ണം പിന്നെ മാട്ടിറച്ചിയൊക്കെ തിന്നിട്ടുണ്ട്. അതിന് ഉദാഹരണം സോമയാഗം എടുത്ത് നോക്ക്. പുത്തരികണ്ഠ മൈതാനത്തിൽ നടത്തിയല്ലോ അവർ. ഇപ്പം നടത്തിയാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പശുവിനെ കൊണ്ടുവന്ന് കട്ട് ചെയ്യാൻ ഒക്കാതെ വന്നാക്കിലാണ് അവരെന്ത് ചെയ്തത്, മാവിൽ ഒരു പശുവിനെ ഉണ്ടാക്കി. മാവിൽ അരിമാവിൽ ഒരു പശുവിനെ ഉണ്ടാക്കി. അതിനെ കട്ട് ചെയ്താണ് അവർ ഹോമം കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം അവർ കഴിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം വന്നിട്ട് അഹിംസയായിട്ടുള്ള ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ? ഒരു ക്ഷേത്രമില്ല. എല്ലാം നരബലി വരെ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളേ ഉള്ളൂ. പല പള്ളികളും ഉണ്ടല്ലോ. ഉണ്ട്. അല്ലെങ്കിലും ഇബ്രാഹിം നബിക്ക് വന്നിട്ട് മകനെ വന്നിട്ട് പിന്നെ ബലി ചെയ്യാൻ ദേവദൂതൻ വന്ന് വിളിച്ച കഥയുണ്ടല്ലോ, ബൈബിളിലുണ്ടല്ലോ അതൊക്കെ. അപ്പം മുസ്ലിങ്ങളും അങ്ങനെ തന്നെ, ക്രിസ്ത്യനും അത് തന്നെ, ഹിന്ദുക്കളും അത് തന്നെ. ഒരു നരബലി കൊടുക്കുമ്പോൾ ആ ജീവിക്ക് അതിൻ്റെതായ അവകാശങ്ങളില്ലേ?